ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിഷുവായിട്ട് നമുക്കൊരു പായസമായാലും എന്താണ് അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് റംബൂട്ടാനാണ്. ബാക്കി ചേരുവകൾ പഞ്ചസാര, നെയ്യ്, ചൗവരി, ഏലക്ക, പാല് കൊണ്ട് നമുക്കൊരു സൂപ്പർ പായസം നമുക്ക് ഉണ്ടാക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഏലക്കയാണ് ഇനി ഇടുന്നത്. ഏലക്ക ഞാനിത് പൊട്ടിക്കാത്ത ഏലക്കയാണ് ഇടുന്നത്. ഏലക്ക ഒരു കറുപ്പ് ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി പൊട്ടിക്കാതിട്ടേക്കുവാണ്. ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ച് വെച്ച റംബൂട്ടാൻ ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ടൊരു മധുരം പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അധികം വേവാൻ നിൽക്കേണ്ട, നമുക്ക് കോരിയെടുക്കാം. കുറച്ച് നെയ്യൂടെ നമ്മൾ ഒഴിക്കുകയാണ്. ഇവിടെ ചവ്വരി എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. പായസത്തിന് ചവ്വരി എടുക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ എടുക്കുന്നത് ഏറ്റവും എളുപ്പമാണ്. എളുപ്പം തന്നെയല്ല, നമുക്ക് കൊഴുപ്പില്ലാതെ ചവ്വരി വെന്ത് കിട്ടും. വറുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ ചവ്വരി എല്ലാം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കി പഞ്ചസാരയോടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ കുറുകിയിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുക്കാം. കുറുകുന്നതിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. പായസം പാലെല്ലാം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വരട്ടി വെച്ച റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തിളയ്ക്കാൻ നിൽക്കണ്ട. ഉണ്ടല്ലേ, നല്ല കൊഴുപ്പോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് കുറുകും. ജ്യൂസ് വേണ്ടുന്നവർക്ക് കുറച്ച് പാലൂടെ ചേർത്താൽ മതി. ഇതിന് നമുക്ക് പാൽപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. തേങ്ങാപ്പാലിനും ഇത് ചെയ്യാൻ നോക്കും. തേങ്ങാപ്പാലാകുമ്പോൾ നമുക്ക് തരിപ്പാൽ നല്ല കുറുക്കത്തിലെടുക്കുന്ന, ഒരുപാട് വെള്ളം എടുക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ പായസത്തിൽ നമ്മൾ മുന്തിരിങ്ങ ഇടുന്നില്ല. അതിന് പകരമാണ് ഞാൻ ഏലക്ക പൊട്ടിക്കാതിട്ടത്. കണ്ടില്ലേ, ഇടയ്ക്കൊക്കെ ഒരു കറുപ്പ് എന്നൊരു ഭംഗി കൂട്ടുക ഈ പായസത്തിന്. കണ്ട, മുഴുവനും നമ്മൾ അരി പൊട്ടിക്കാതിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു പായസമാണ്. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാവുന്നതാണ്. വീട്ടിൽ റംബൂട്ടാനൊക്കെ ഇഷ്ടംപോലെ ഉള്ളവർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് കഴിക്കാവുന്നതാണ്. നമുക്കിതിനി ഡിഷിലോട്ട് മാറ്റാം. ഒരു സ്വാദിഷ്ടമായിട്ടുള്ള റംബൂട്ടാൻ പായസം റെഡിയായി. എല്ലാവർക്കും ഹാപ്പി വിഷു.